പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധി റംസാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ പുണ്യം തേടി വിശ്വാസികൾ മസ്ജിദുകളിൽ നിറഞ്ഞു. നിർധനന്റെ ഹജ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജുമുഅ നമസ്കാരത്തിന് ഏറെ സവിശേഷതകളുണ്ടെന്ന് വിശ്വാസികൾ കരുതുന്നു. റംസാനിൽ ഓരോ പുണ്യപ്രവൃത്തികൾക്കും 70 മുതൽ 700 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കാരുണ്യത്തിന്റെ 10 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യ 10-ലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരത്തിനും ഖുതുബ കേൾക്കുന്നതിനുമായി എത്തിയ വിശ്വാസികളുടെ ഖുർആൻ പാരായണങ്ങൾ മസ്ജിദുകളിൽ നിറഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അതുവഴി സാമൂഹിക ഐക്യം ദൃഢപ്പെടുത്താനും ഖത്തീബുമാർ ഖുതുബ പ്രസംഗങ്ങളിൽ ആഹ്വാനം ചെയ്തു. ദാനധർമ്മങ്ങളിലൂടെയും രാത്രി നമസ്കാരങ്ങളിലൂടെയും ഇഫ്താർ സംഗമങ്ങളിലൂടെയും ആത്മസംസ്കരണം നടത്തുകയാണ് വിശ്വാസികൾ. പുലർക്കാല നമസ്കാരത്തിന് വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ടുള്ള ബാങ്കൊലികൾ മസ്ജിദുകളിൽ നിന്നും മുഴങ്ങുന്നതിനു മുൻപേ കഠിനവ്രതത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികൾ 13 മണിക്കൂറോളം അന്നപാനീയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ഒഴിവാക്കി സന്ധ്യയ്ക്ക് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതുവരെയും നോമ്പുകാരായി തുടരും. വരും ദിവസങ്ങളിൽ നാട് മുഴുവൻ സമൂഹ നോമ്പുതുറകളാലും സുഹൃത്ത് സംഗമങ്ങളാലും റംസാൻ സജീവമാകും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.